പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു. എൻ്റെ തത്സമയം ഇന്ത്യൻ പ്രസിഡന്റ് ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത ആ പാർക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് കിടക്കുകയാണ്. കാക്കനാട് എന്ന അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചാണല്ലോ. കാക്കനാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കം മേഞ്ഞിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ വന്നതിന് ശേഷം ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കൊച്ചി IT-യുടെ ഡെസ്റ്റിനേഷൻ ആക്കണമെന്ന് പറഞ്ഞിട്ട് ടൈം ബൗണ്ടായിട്ട് ഇൻഫോ പാർക്കും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കാക്കനാട് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമായി മാറിയത്. അതുപോലെ അക്ഷയ, നിങ്ങൾക്കറിയാം, ലോക പ്രശസ്തമായ അക്ഷയ. ഡിജിറ്റൽ കേരള ആയത് അക്ഷയ കൊണ്ടാണ്. അതും ഇതേപോലെ ഇന്ത്യൻ പ്രസിഡന്റ് തുടങ്ങാനും വന്നു, ഡിജിറ്റലായി പ്രഖ്യാപിക്കാനും വന്നു. കരുണാകരൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇടയ്ക്ക് വന്ന ഗവൺമെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വ്യവസായ ഭൂപടത്തിൽ വമ്പിച്ച മാറ്റം ഈ കിൻഫ്ര പാർക്കുകളും അതുപോലെ തന്നെ കാക്കനാട് വളർന്നു വന്ന കാര്യവും ബാക്കിയുള്ള എന്തെടുത്ത് വെച്ചാലും നമുക്ക് പിന്നീട് ആ പഴയ കാലം ഒഴിച്ചാൽ പിന്നീട് കേരളത്തിൽ വന്ന മാറ്റം, അതിനുവേണ്ടി അഷ്ടാന്ത പരിശ്രമം നടത്തിയതാണ് ആൻ്റണി ഗവൺമെൻറ് കാലത്തുള്ള എമർജിങ് കേരളയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റും ജിമ്മും എമർജിങ് കേരളയും ഒക്കെ. IT-യിലൊക്കെ വലിയ ഇവൻ്റൊക്കെ നടത്തി വലിയ കമ്പനികൾ. ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം പോയി ഇൻഫോസിസ് ക്യാമ്പസിൽ അവരെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി. സാധാരണഗതിയിൽ ശ്രീ ആൻ്റണി അങ്ങനെയൊന്നും പോകുന്നതല്ല. പോയി ക്യാമ്പസ് പോയി ചർച്ച നടത്തി തുടർന്ന് അവർ സ്വന്തമായ IT പാർക്ക് തിരുവനന്തപുരത്ത് തുടങ്ങി, ഇൻഫോസിസ്. അതുപോലെ വമ്പിച്ച മാറ്റം കേരളത്തിൽ വ്യവസായ രംഗത്ത് വരുത്തിയത്, ഇൻവെസ്റ്റ്മെൻറ്റ് രംഗത്ത് വരുത്തിയത് UDF ഗവൺമെൻറ്റുകളാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകളാണ്. ഏത് സ്റ്റാർട്ടപ്പ് വരണമെങ്കിലും ഏത് IT ഡെവലപ്മെൻറ്റ് വരണമെങ്കിലും ഒക്കെ ക്വാളിഫൈഡായ ടെക്നിക്കലായ ആളുകൾ പാസ്സായി വരണം. എഞ്ചിനീയറിംഗ് കോളേജുകൾ വേണ്ടേ, പ്രൊഫഷണൽ കോളേജുകൾ വേണ്ടേ? ആ പ്രൊഫഷണൽ കോളേജിനെതിരായി അന്നത്തെ ഇടതുപക്ഷ സമരം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, രക്തരൂക്ഷിതമായ സമരം. അതിനെ മറികടന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത്. ഞങ്ങൾ ഓപ്പൺ ചെയ്തത് ഈ സമരത്തെ കൂത്തുപറമ്പും ഒക്കെ അതിൻ്റെ അടിയിലുണ്ടായതാണ്, മറികടന്നാണ് ചെയ്തത്. അപ്പോൾ കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് UDF ഗവൺമെൻറ്റുകളാണ്. പക്ഷേ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്കുകൂലിയും അതുപോലെ തന്നെ അക്രമ സമരങ്ങളും ക്യാമ്പസ് ആക്രമവും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ്. ആ അന്തരീക്ഷം ഒഴിവായി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്ത് ഞങ്ങളാണ്. ഞങ്ങൾ ഏത് കാലത്തും ആ രീതിയിൽ പോയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഭരണത്തിലുള്ളപ്പോൾ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിന് മുൻമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ ശശി തരൂരിന് മറുപടി പറയുകയായിരുന്നു. സർക്കാരിനെ അനുകൂലിച്ച് ഡോക്ടർ തരൂർ നടത്തിയ പ്രസ്താവന തീർച്ചയായിട്ടും വിവാദമായിട്ടുണ്ട്.